ഒരു നായികയും കൂടി ഉണ്ടല്ലോ, രാധ. ശരിക്കും രാധയോട് വിക്രത്തിന് സ്നേഹമാണോ അതൊരു കുഞ്ഞ് അനുജത്തിയോടുള്ള ഒരു സ്നേഹമാണോ? പറയുന്നുണ്ട്, കൂടപ്പിറപ്പിനോടുള്ള സ്നേഹമാണെന്ന് പറയുന്നുണ്ട്. അതായത് കൈ പിടിച്ച് നടന്ന കുട്ടിയാണ്, ഇത് കൈ പിടിച്ച് സ്കൂളിലേക്ക് കൊണ്ടുവരുന്ന കുട്ടിയാണെന്ന് പറയുന്നു. വിക്രം, നിന്റെ പുറകെ ഇങ്ങനെ സ്നേഹിച്ച് നടന്ന് എന്റെ മൂക്കില് പല്ല് വരുന്ന എനിക്ക് തോന്നുന്നു. ഏതോ ഒരുത്തിയെ കല്യാണം കഴിച്ചോണ്ട് വന്നപ്പോ നീ എന്റെ ആത്മാർത്ഥ സ്നേഹം മറന്നു അല്ലേ? എന്നെങ്കിലും ഒരു ദിവസം നീ മനസ്സിലാക്കും, നോക്കിക്കോ കേട്ടോ. സഹോദരിയോ സ്നേഹം അതൊന്നും അല്ല, ആൾക്കില്ല. ആൾക്ക് ഫുൾ ഓൺ പ്രേമമാണ്. രാധയുടെ അടുത്ത് ഇങ്ങനെ, അതായത് ഈ വിക്രം വേദ ഒന്നിക്കണം എന്ന് ആഗ്രഹമുള്ളവര് രാധേനെ ഭയങ്കരമായിട്ട് പറയും, ഇവൾക്ക് എന്തിന്റെ കേടാ, ഇവള് ഭയങ്കര സാധനമാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇവള് പറയാ, എനിക്ക് വിഷമമാണോടാ എന്നെ ഇങ്ങനെ കമന്റ്. ഞാൻ പറഞ്ഞു, നീ ആ ക്യാരക്ടർ ചെയ്യുന്നത് അത്രയും അടിപൊളിയായിട്ടാണ് ആളുകൾക്ക് ആ ക്യാരക്ടറിനോട് ദേഷ്യം. മനസ്സിലായോ? ആൻഡ് എന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്, ദർശൻ എന്ന് പറഞ്ഞിട്ട്. എന്റെ കല്യാണം നിശ്ചയിച്ചത് ദർശന്റെ കൂടെയാണ്, അത് മുടങ്ങിയാണ് നിങ്ങൾ തമ്മിൽ. സോ കുറെ കമന്റ്സ് ഉണ്ട്, ആ രാധയെ പിടിച്ച് ദർശനം കൊടുക്കും, അവര് സ്വസ്ഥായിട്ട് അങ്ങ് ജീവിക്കട്ടെ, ഇവരെ ഒന്ന് അവള് വിട്ടുപോണം ഇവര് രണ്ടുപേരുടെ ഇടന്ന്. അപ്പൊ അങ്ങനെയൊക്കെ കുറെ ഉണ്ട്. ഓക്കെ. പിന്നെ പവിത്രത്തിന്റെ മറ്റൊരു തോന്നിയിരിക്കുന്നത്, സാധാരണ സീരിയലില് അമ്മായിമ്മ മരുമോൾ പോര് നമ്മൾ എപ്പോഴും അതൊക്കെ ഒരു കോമൺ ആയിട്ട് കാണുന്ന കുറെ ക്ലീഷേ സാധനങ്ങളാണ്. എന്നാൽ അതിൽ നിന്നും പവിത്രത്തിന് പ്രത്യേകത, ഇതിന്റെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് അമ്മയ്ക്ക്, അതായത് അമ്മായിമ്മയ്ക്ക് മകളോടുള്ള സ്നേഹം. അത് ഇപ്പൊ ചിത്ര ചേച്ചി പാടി പാട്ടിലൂടെ തന്നെയും കാണിക്കുന്നുണ്ട്. അനില ചേച്ചി അമ്മ ആയിട്ട് പ്ലേ ചെയ്യുന്ന ആള്, അനില ചേച്ചി മോളുടെ അടുത്ത് കാണിക്കുന്ന സ്നേഹം, എന്റെ മോനെ നന്നാക്കാനായിട്ട് അവിടെ വീട്ടിലാകെ വേദയോട് ഇത്തിരി സ്നേഹത്തോടെ നിൽക്കുന്നതും വേദയ്ക്ക് വേണ്ട കംപ്ലീറ്റ് ഒരു കംഫർട്ട് സോൺ. ഏട്ടത്തിയമ്മയും അതെ. എന്നാലും അമ്മയുടെ പെട്ടെന്ന് ഭയങ്കര അമ്മ സ്നേഹം കിട്ടുക. അത് ഭയങ്കര ഒരു പ്രോഗ്രസീവ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു അമ്മായിയമ്മ ആയിട്ടാണ് കാണിക്കുന്നത്. ബിക്കോസ് ചെറിയൊരു സ്പോയിലർ ആണ്, പക്ഷെ ഒരു സീനിലിങ്ങനെ അമ്മായിയമ്മ ചോദിക്കും, ഞാൻ ഒരുങ്ങിയിട്ട് പുറത്തു പോവാ, മോള് പുറത്തു പോവാണോ, ശരി ഭക്ഷണം കഴിച്ചിട്ട് പോവാണോ? അപ്പോൾ വേറെ എൻ്റെ ചേട്ടത്തി വന്നിട്ട് പറയും, എവിടെ പോണെന്ന് ചോദിക്കുന്നില്ലേ അമ്മേ? അപ്പൊ പുള്ളിക്കാരത്തി ആളത്, നിന്റെ അടുത്ത് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടുണ്ടോ നീ എവിടെ പോണെന്ന്? ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ, പിന്നെ ഞാൻ ഇവളുടെ അടുത്തും ചോദിക്കുന്നില്ല. അങ്ങനത്തെ ഒരു അമ്മായിയമ്മയാണ്. ഞാൻ അവരൊക്കെ വളർന്നു, അവരൊക്കെ ജീവിച്ചു പോട്ടെ, അങ്ങനത്തെ ഒരു ചിന്താഗതിയുള്ള അമ്മായിയമ്മയാണ്. വിമൻ ക്യാരക്ടേഴ്സ് ഭയങ്കര മനസ്സിലാക്കി എഴുതുന്ന ഒരാളാ. സ്ത്രീകളുടെ ക്യാരക്ടർ ഭയങ്കര പവറാ. സോ അങ്ങനെ ചിന്തിക്കുന്നത്. ഇപ്പം സത്യം പറഞ്ഞാൽ ഞാനും മാരീഡ് ആണ്, എന്റെ അമ്മായിയമ്മ ഇങ്ങനെയാണ്, നമ്മള് ഫ്രണ്ട്സ് ആണ്. എന്റെ അമ്മായിയമ്മ ഭയങ്കര കൂളാണ്. നമ്മൾ ഒരുമിച്ചിരുന്നിട്ട് എന്റെ ഹസ്ബൻഡിനെ കളിയാക്കും. നമ്മൾ എവിടെ പോയാലും എന്ത് ചെയ്താലും പുള്ളിക്കാരത്തേക്ക് സന്തോഷമാണ്. അല്ലാതെ ഇങ്ങനെ കുശുമ്പ് പിടിച്ച് ഇങ്ങനെ മൂലക്കിരുന്നു അവര് വെളിയിൽ പോണു, അവര് സിനിമ കാണാൻ പോണു, അങ്ങനെ അല്ല. സോ അങ്ങനത്തെയും അമ്മായിയമ്മമാരും ഉണ്ട്, ഇങ്ങനത്തെയും ഉണ്ടെന്ന് അറിയാം നമുക്ക്. ബട്ട് ഇങ്ങനത്തെയും നല്ല അമ്മായിയമ്മമാരും ഉണ്ട്. സോ അവരെയും കാണിക്കണ്ടേ നമ്മുടെ സ്ക്രീനിൽ. അപ്പൊ ഈ എല്ലാ അർത്ഥത്തിലും പവിത്രത്തില് വേദയ്ക്ക് ചുറ്റിപ്പറ്റി നിൽക്കുന്ന അമ്മായിമ്മ ആയിക്കോട്ടെ, വേദയുടെ തന്നെ ക്യാരക്ടർ ആയിക്കോട്ടെ, ഇതൊക്കെ സുരഭിക്ക് സ്വന്തം ജീവിതത്തില് പല പല കാര്യങ്ങളായിട്ടും വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഭയങ്കര ഫ്രണ്ട്സ് പോലെയാണ്. സീരിയലിലും അങ്ങനെയാണ്. നമ്മള് ചിലപ്പോഴൊക്കെ പണി കൊടുത്തിട്ട് ഹൈഫൈ ഒക്കെ കൊടുക്കും. അങ്ങനെ പുള്ളിക്കാരനെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിച്ചിട്ട് ഹൈഫൈ ഒക്കെ കൊടുക്കും. അങ്ങനത്തെ ക്യാരക്ടറാണ് നമ്മള്. ആ ബോണ്ടാണ്, അത് കാണാനും ഒരു സുഖമാണ്. അതെ, ശരിക്കും വേറൊരു ഡിഫറൻസ് ആണല്ലോ നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ ഫീൽ ചെയ്യണത് തന്നെ. പിന്നെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു, ഇതിനകത്ത് ആ ഒരു ഇത് കഴിഞ്ഞപ്പോ തന്നെ എവിടുന്നൊക്കെയോ ആൾക്കാർക്ക് എവിടുന്ന് കിട്ടുന്നറിയില്ല, സുരഭിയുടെ ഒറിജിനൽ ലൈഫിലെ കല്യാണത്തിന്റെ വീഡിയോ ഉടനെ എടുത്തിട്ട് അതെടുത്ത് വൈറലാക്കുക. ഈ സീരിയൽ ഭയങ്കര വൈറലായപ്പോഴത്തേക്ക് അതൊക്കെ എടുത്തോണ്ട് ആൾക്കാർ വരിക, അത് ഇടുക, വീഡിയോസ് അപ്ലോഡ് ചെയ്യുക, അതൊക്കെ കണ്ടിരുന്നോ? അതെ, കണ്ടിരുന്നു. അതിലൊരു റീലുണ്ട്, അതിനെന്തോ 6 million or 7 million ഞാൻ കരയുന്ന റീലും. ആണോ? കല്യാണത്തിന് കഴിഞ്ഞിട്ട് പോകുമ്പോ? ഇല്ല, ഞാൻ കല്യാണം മണ്ഡപത്തിൽ വെച്ച് കരയുന്ന ഒരു സീനുണ്ട്, ഒരു വീഡിയോ ഉണ്ട്. എല്ലാരും കണ്ടു. എല്ലാരും കണ്ടിട്ട് എനിക്ക് അയച്ചു തരുന്ന ക്ലിപ്പ് അതാണ്. എന്തിനാ കരയുന്നത്? ആക്ച്വലി ഞാൻ കാല് തൊട്ട്, നമ്മള് ദക്ഷിണ കൊടുത്ത് കാല് തൊട്ട് തൊഴുവല്ലോ. എന്റെ ജീവിതത്തില് എന്റെ ചേട്ടൻ എപ്പോഴും പറയുന്നത്,
നീ എപ്പ കെട്ടിപ്പോവും, നീ എപ്പ കെട്ടി നീ ഒന്ന് കെട്ടിപ്പോയിരുന്നെങ്കിൽ. പോവോ ആ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ചേട്ടൻ അവിടെ വെച്ച് കരഞ്ഞു. ഞാൻ ദക്ഷിണ കൊടുത്ത കാല് എന്റെ അച്ഛനും അമ്മയൊക്കെ ഞാൻ കൂളായിരുന്നു, എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ചേട്ടൻ കരയണ കണ്ടപ്പോ പെട്ടെന്ന് എനിക്ക് വിഷമം വന്നു. അങ്ങനെ കരഞ്ഞതാണ്. പക്ഷെ ആ ക്ലിപ്പാണ് ഏറ്റവും വൈറലായത്. ഞാൻ പറഞ്ഞു ഞാൻ കരയുന്നത് ഇത്രയും സുഖമാണ് കാണാൻ, ഇത്രയും വ്യൂസ് ഉണ്ട്, വേറെ എന്തൊക്കെ നല്ല വീഡിയോസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇതായിരുന്നു ഏറ്റവും കൂടുതൽ എനിക്ക് അയച്ചു തന്നെ ആളുകൾ. ഓക്കെ. ആരെങ്കിലും സുരഭിനെ കണ്ടിട്ട് സുരഭിനെ കാണാൻ ഉർവശി ചേച്ചിനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉർവശി ചേച്ചിന്റെ മോളെ പോലെ മോളെ പോലെ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞാറ്റ. കുഞ്ഞാറ്റയുടെ ചായ ഉണ്ട് നന്നായിട്ട്. ഈ ചിന്ന ഇങ്ങനെ ഇരിക്കണ ഒരു ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആണോ? പിന്നെ ചില കോമഡി സീനൊക്കെ കാണുമ്പോ പറയും ഉർവശി ചേച്ചി പണ്ട് കോമഡി അഭിനയിക്കല്ലോ, അപ്പൊ നമ്മളുടെ സീൻസ് ഒക്കെ കാണുമ്പോ ചിലപ്പോ പറയും ഉർവശി ചേച്ചിന്റെ. എനിക്കപ്പോ എപ്പോഴും തോന്നിയത് ആക്ടിങ്ങിലാണ് ഉർവശി ചേച്ചിയായിട്ട്. എനിക്ക് ഫേസിലല്ല എനിക്ക് കുഞ്ഞാറ്റയുടെ ചായ തോന്നിയിരിക്കുന്നത്. പക്ഷെ ആക്ടിങ്ങില് ഈ ചില സീക്വൻസുകൾ കാണുമ്പോൾ അപ്പൊ ഞാൻ വിചാരിച്ചു സുരഭി എപ്പോഴെങ്കിലും ഉർവശി ചേച്ചി ആണോ ഫേവറേറ്റ് ആക്ടർ? അപ്പൊ അത് കണ്ടിട്ട് ചേച്ചിന്റെ നമ്മൾ അറിയാതെ നമുക്ക് ഇഷ്ടപ്പെട്ട ആക്ടേഴ്സ് ചെയ്ത് നമ്മൾ അതെ അതുകൊണ്ട് ചെയ്യുന്നതാണോ എന്ന് വരെ ചിലപ്പോ തോന്നിപ്പോയി. ഇല്ല അങ്ങനെ ചെയ്യുന്നതല്ല. പിന്നെ ആ ഫേസിന്റെ സാമ്യം അതായത് അങ്ങനെ തോന്നുന്നതാണ്. പക്ഷെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ആക്ട്രസസ്. ബിക്കോസ് കോമഡി ആയാലും സീരിയസ് ആയാലും പിന്നെ ഉർവശി ചേച്ചി ഇപ്പൊ മെച്ചോർഡ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ തോന്നിയോ അതും എന്ത് ഭംഗിയായിട്ടാ ചേച്ചി ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് വൺ ഓഫ് മൈ ഫേവറേറ്റ് ആക്ടേഴ്സ് തന്നെയാണ് ഉർവശി ചേച്ചി. ഇനി ഒരു അഡ്വക്കേറ്റ് എന്നുള്ള രീതിയിൽ എപ്പോഴും അഡ്വക്കേറ്റ്സ് വളരെ ബോൾഡാണ്, പെണ്ണുങ്ങൾ സ്ത്രീകളാണെങ്കിൽ പോലും. എന്നിട്ട് അവരൊരു സെക്കൻഡ് പേഴ്സണെ മീറ്റ് ചെയ്യുക, പരിചയപ്പെടുക എന്ന് പറയുമ്പോഴും അവർ എത്ര നല്ലൊരാളുടെ അടുത്താണെങ്കിലും നമ്മൾ മൊത്തത്തിലൊന്ന് അടിമുടി ഒന്ന് നമ്മൾ ജഡ്ജ് ചെയ്യും. പ്രത്യേകിച്ചും അഡ്വക്കേറ്റ്സ് അവരുടെ വേറൊരു രീതിയിലായിരിക്കും അവരുടെ ജഡ്ജ്മെന്റ്. അപ്പോൾ എത്രയാണെന്ന് പറഞ്ഞാലും ഷൂട്ടിംഗ് സെറ്റിലാണെങ്കിലും അല്ലെങ്കിലും സുരഭിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ